ഇന്ന് നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് വരുന്നത്. ഒരു ചക്കക്കുരു ഷേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ചക്കക്കുരു ഷേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നമുക്ക് തൊലി കളഞ്ഞെടുത്ത ചക്കക്കുരു നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് അതിനുശേഷം നമ്മൾ ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ലവണ്ണം വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഷേക്കായി കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല വെന്ത് വന്ന ചക്കക്കുരു നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലുള്ള വെള്ളം ഒന്ന് ഒഴിവാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിവാക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് അറിയിക്കണം. അപ്പോൾ ചക്കക്കുരുവിൽ വെള്ളമൊക്കെ ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബ്രൗൺ കളർ തൊലി എടുത്ത് മാറ്റുകയാണ്. അതെടുത്ത് മാറ്റാതിരുന്നാൽ വൈറ്റ് കളറ് ഉണ്ടാവത്തില്ല ഷേക്കിന്. അപ്പോൾ നന്നായിട്ട് തൊലിയൊക്കെ ഒഴിവാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. ഫുള്ള് വെള്ളം ഒന്നായിട്ട് ഒഴിക്കരുത്, അപ്പോൾ അരഞ്ഞ് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ജാറിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് എത്ര ജ്യൂസാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഐസ് ക്യൂബ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം. വാനില എസൻസ് ഉള്ളവർ അതിട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഇട്ടിട്ടുള്ളത് പാൽപ്പൊടിയാണ്. കുറച്ച് പാൽപ്പൊടി ടേസ്റ്റിന് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കട്ടപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് പാലിൻ്റെ കട്ട ഇട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ്, വെള്ളവും പാലും ഒഴിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. കൂടുതൽ ഒഴിച്ചാൽ പെട്ടെന്ന് റെഡിയാവില്ല. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കാൻ മടി കാണിക്കരുത്. നല്ലൊരു ഷേക്കാണ്, നല്ല ടേസ്റ്റിയാണ്.